വെറും പ്രതിമയല്ല, വെണ്ണക്കൽ പ്രതിമ. ഞാനിപ്പോ ജീവനൊന്നും ഇല്ലാത്ത പ്രതിമയാ രാജു. മാഡം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്തെങ്കിലും റീസണുള്ള ആളുകളിൽ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത് ഇപ്പൊ ഒരു റീസണും ഇല്ലാതെ, മതിയായ കാരണങ്ങളില്ലാതെ കരയാനും വിഷമിക്കാനും ഒക്കെ എനിക്ക് മട്ടുണ്ട് രാജു. ആ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. മാഡം എന്തിനാ ഈ കരയുന്നത്? ദേ, സങ്കടപ്പെട്ടിരിക്കുന്ന മാഡത്തെ കാണാനേ ഒട്ടും ഭംഗിയില്ല കേട്ടോ. സൗന്ദര്യം പോവെന്ന് കരുതി ആരെങ്കിലും കരയാതിരിക്കുവോ രാജു? എനിക്ക് കരച്ചിൽ വന്നു, കൺട്രോൾ ചെയ്യാൻ ഞാൻ നോക്കി, പറ്റിയില്ല. രാജു ഇമോഷൻസിനും സെന്റിമെന്റ്സിനും ഒന്നും ഒരു വിലയും കൊടുക്കുന്ന ആളല്ലല്ലോ. മാഡം, നമ്മൾ നമ്മുടെ ഇമോഷൻസിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതേ മറ്റുള്ളവരിലേക്ക് നോക്കാഞ്ഞിട്ടാ. എന്തെല്ലാം തരത്തിലാണ് മറ്റുള്ളവർ വേദനിക്കുന്നതെന്ന് മാഡം തിരക്കിയിട്ടുണ്ടോ? അതൊക്കെ വെച്ച് നോക്കുമ്പോ മാഡത്തിന് എന്ത് ദുഃഖമുണ്ടെന്നാ മാഡം ഇപ്പൊ ഈ പറയുന്നത്? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. എനിക്കൊരു ഡൗട്ടുണ്ട് രാജു. അത് കുറെ നാളായിട്ടുള്ളതാ. ഞാൻ ചോദിച്ചോട്ടെ? ആ ചോദിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ? എന്ത് വിരോധം? മാഡം ചോദിക്കേ. മാഡത്തിന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ എന്ത് മനുഷ്യനാ? മനുഷ്യനോ രാജു? രാജു ഒരു മനുഷ്യനാണോ രാജു? രാജുവിന്റെ നെഞ്ചിനുള്ളിലെ കരിങ്കല്ലാണോ അതോ ഹൃദയമാണോ? ആ, ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ഹൃദയം തന്നെയാ, നോ ഡൗട്ട്. കളിയാക്കല്ലേ മനുഷ്യന് വെറുതെ. ഹാർട്ട് ഉണ്ടെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. രാജുവിന് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? എനിക്ക് എന്ത് ഫീലിങ്സാ ഇല്ലാത്തത് മാഡം? എന്നെ ദേഷ്യം പഠിപ്പിക്കല്ലേ. പെൺകുട്ടികൾ ഇങ്ങനെ അപമാനിക്കരുത്. അയ്യോ മാഡം, പ്രണയം എന്ന വികാരത്തെ കുറിച്ച് രാജുവിന് എന്തെങ്കിലും അറിയോ? പ്രണയോ? അതെന്തോന്നാ? തേങ്ങ അല്ലെങ്കിൽ മാങ്ങ. അതിലും മാഡം എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? ഐ ഡോണ്ട് നോ അബൌട്ട് ലവ്. എനിക്കൊരു പേരുണ്ട്. പേരും പേരയ്ക്കും ഒന്നും ഞങ്ങള് രാജാക്കന്മാരെ തിരക്കാറില്ല. കുട്ടിയെ തമ്പുരാട്ടി വിളിക്കുന്നു. തമ്പുരാട്ടിയോ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ദേ, തെറിക്കുത്തരം മുറിപ്പത്തലെന്നാ. തമ്പുരാട്ടിയോടെ കാത്തു നിൽക്കുക. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരാൻ. എന്നെ വിളിച്ചോ? വിളിച്ചാ മാത്രമേ നീ വരുമല്ലേ? വിളിക്കാതെ വന്നാ ഗെറ്റ് ഔട്ട് അടിക്കൊന്ന് കേട്ടു. അങ്ങനെ പലതും ഉണ്ടാവും, അതൊക്കെ പുറകെ അറിയും. എന്നാ വിളിപ്പിച്ച കാര്യം പറയൂ. ഏതാ ചെക്കൻ? ഏത് ചെക്കൻ? നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ആരാണെന്നാ ചോദിച്ചത്. അത് രാജു. നേരത്തെ പരിചയപ്പെടുത്തിയതാണല്ലോ. ആ രാശു ആരാണെന്നാ തമ്പുരാട്ടി ചോദിച്ചത്. രാശു അല്ല, രാജു. രാജു അച്ഛന്റെ PA, പേഴ്സണൽ അസിസ്റ്റന്റ്. അച്ഛന്റെ പിയോടൊക്കെ നീ സംസാരിക്കുന്ന എന്തിനാ? ചോദിച്ചത് കേട്ടില്ലേ? അവനോടൊക്കെ ഇത്രക്കൊക്കെ ഇടപഴകുന്നത് എന്തിനാന്ന്? രാജു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഈ വീട്ടില് ഞാൻ ഒറ്റപ്പെട്ട ജീവിക്കുന്ന, ഏതാണ്ട് ഒരു ഓർഫനെ പോലെ. എന്നോട് സ്നേഹത്തോടെ പെരുമാറാനും, എനിക്കെന്തെങ്കിലും പ്രോബ്ലംസ് വന്ന സപ്പോർട്ട് ചെയ്യാനും, എനിക്കെന്തെങ്കിലും സങ്കടങ്ങൾ വന്ന
സമാധാനിപ്പിക്കാനും രാജു മാത്രമേ ഉള്ളൂ. അത് ശരി, ചുറ്റിക്കളി കൂട്ടുകാരനാണല്ലേ. രാജു എന്റെ ഒരു നല്ല സുഹൃത്ത് മാത്രം. സുഹൃത്തൊക്കെ നല്ലത് തന്നെ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാ? എന്റെ ശിവനെ, ചോദിച്ച ചോദ്യം കേട്ടാ. ഞാൻ ശിവനോടും ഗോപിയോടും നല്ല ചോദിച്ചത്, എനിക്കെന്നാ വലിയ തമ്പുരാട്ടിയോടാ. ഞാൻ നിന്റെ ആരാന്ന് നിനക്കറിയില്ലേ? ചിലരൊക്കെ പറഞ്ഞു എന്റെ അമ്മമ്മയാണെന്ന്, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്റെ അമ്മമ്മയാണെങ്കിൽ ഞാനിവരുടെ കൊച്ചുമകളായിരിക്കുമല്ലോ. ഒരു പേരക്കുട്ടിയോടുള്ള സ്നേഹോ വാത്സല്യോ എന്തിന്? സ്നേഹമുള്ള ഒരു നോട്ടം പോലും. അമ്മമ്മ വന്നപ്പോ ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ധിക്കാരം പറയുന്നോടി. കാര്യം തുറന്നു പറഞ്ഞ അത് ധിക്കാരാവോ? എനിക്ക് ഇത്രയും വയസ്സുണ്ട്, ഞാൻ ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങനൊരമ്മമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് കയറി വന്നിട്ട് യാതൊരു സ്നേഹവും ഇല്ലാതെ ശാസിക്കാൻ തുടങ്ങിയ അത് കേട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഋതികേ